ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥങ്ങളും അതിനുശേഷം ജോഷുവയുടെ പുസ്തകം നമ്മൾ വായിച്ചു. ഇന്നു മുതൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കനാൻ ദേശം സ്വന്തമാക്കിയ ഇസ്രായേൽ ജനം ജോഷുവയ്ക്ക് ശേഷം ശൗലിൻ്റെ കാലം വരെയുള്ള കാലഘട്ടത്തിൽ ഭാഗ്യ ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച മനുഷ്യരെയാണ് ന്യായാധിപന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവരുടെ കാലഘട്ടം BC 12-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ 11-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയാണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ഏകദേശം 2 നൂറ്റാണ്ട് കാലഘട്ടമാണ് ന്യായാധിപന്മാർ ഇസ്രായേൽ ജനത്തെ നേതൃത്വം നൽകിയതും സംരക്ഷിച്ചതും. യോശുവയ്ക്ക് ശേഷം യോശുവ സത്യം ജയിച്ചെങ്കിലും കാലക്രമത്തിൽ ജനം ദൈവത്തിൽ നിന്നകന്ന് വിജാതീയ വിഗ്രഹങ്ങളെയൊക്കെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. നല്ല നേതൃത്വം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ പിന്നീട് അങ്ങനെ സംഭവിക്കാവുന്നതാണ്. പുതിയ നിയമത്തിലും അങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ്. ജനം ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ശത്രു പ്രബലപ്പെടും. പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ പിശാച് കൂടുതൽ ശക്തി പ്രാപിക്കുകയും പാപത്തിൻ്റെ ശക്തി നമ്മിൽ വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവം അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. പ്രധാനമായി 5 രാജ്യങ്ങൾ അല്ലെങ്കിൽ 5 ശത്രുക്കളായിരുന്നു ഇസ്രായേൽ ജനത്തിന് അവരുടെ ചരിത്രത്തിൽ കൂടുതലായി നമ്മൾ കാണുന്നത്. ഒന്ന് കനാന്യർ, മോവാബ്യർ, അമ്മോന്യർ, മിദ്യാന്യർ, ഫെലിസ്ത്യർ. ഈ 5 ശത്രുക്കളോട് 5 പേരോടാണ് ഇസ്രായേൽ ജനം കൂടുതൽ എതിർക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ പ്രതിസന്ധി വന്ന സമയത്ത് ജനം പാപം ചെയ്തുവെങ്കിലും അവർ കഷ്ടത അനുഭവിക്കുമ്പോൾ ദൈവത്തോട് വിളിക്കുമ്പോൾ ദൈവം അവരെ സംരക്ഷിക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കും. ഇത് ആദിമകാലം മുതൽ നമ്മൾ ഇതിനു മുമ്പുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ കണ്ടുവന്നതാണ്. കാരണം ദൈവം വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുത്ത ഒരു ജനമാണ്. ദൈവത്തിന് ആ ജനത്തോട് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് അവർ മാനുഷിക ബലഹീനതയാലും സാഹചര്യ സമ്മർദ്ദങ്ങളാലും ഒക്കെ പാപം ചെയ്യുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കും എന്ന് വിചാരിച്ച് അവരെ ഇല്ലാതാക്കുകയില്ല. അവർ വീണ്ടും കരയുമ്പോൾ ദൈവം അവരോട് കാരുണ്യം കാണിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ന്യായാധിപന്മാർ 12 ന്യായാധിപന്മാരുടെ ഒരു ചരിത്രമാണ് ഈ ന്യായാധിപ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. 12 ന്യായാധിപന്മാർ ഇസ്രായേൽ ജനത്തെ അവിടെ വഴി നടത്തുന്നുണ്ട്. അതായത് യോശുവയ്ക്ക് ശേഷം ശൗൽ രാജാവിൻ്റെ ഒരു കാലഘട്ടം വരെ 12 ന്യായാധിപന്മാർ. അവരുടെ പേരിവിടെ പറയുന്നുണ്ട്. ഒന്നാമൻ്റെ പേര് ഒത്നിയേൽ, ഏഹൂദ്, ഷങ്കാർ, ദെബോറ, ബാറാക്ക്, ഗിദെയോന്, തോല, ജായിർ, ജെഫ്ത, ഇബ്സാൻ, ഏലോൻ, അബ്ദോൻ, സാംസൺ. അവസാനത്തെ ന്യായാധിപനായിട്ടാണ് സാംസനെ കാണുന്നത്. അവരെ അന്ന് നയിച്ചിരുന്നത് ദൈവികമായ ശക്തിയാണ്. ദൈവികമായ ശക്തിയാലാണ് അവർക്ക് ഇസ്രായേൽ ജനത്തിന് നേതൃത്വം കൊടുക്കുവാനും ശത്രുക്കളെ തോൽപ്പിക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ളത്. ഇന്ന് പുതിയ നിയമത്തിൽ നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അത് പൈശാചികമായ ശക്തികളാണ്. അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവികമായ ശക്തി നമുക്ക് വേണം. നമ്മുടെ കർത്താവിനോട് ചേർന്ന് നമ്മൾ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ജോഷുവയ്ക്ക് ശേഷം കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ഞങ്ങളിൽ ആരാണ് പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ചോദിക്കുന്നുണ്ട്. അപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, യഹൂദ ഗോത്രം പോകട്ടെ. നമ്മുടെ കർത്താവ് ജനിച്ച ഗോത്രമാണ് യഹൂദ ഗോത്രം.
മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ആർ തനിക്ക് വേണ്ടി പോകുമെന്ന് യഹോവ ചോദിക്കുമ്പോഴും ഞാൻ പോകാം എന്ന് യേശായ പറഞ്ഞതായ ആ പ്രവചനത്തിൽ യേശായ പ്രവചനം 6-ാം അധ്യായത്തിൽ ഞാൻ പോകാമെന്ന് പറയുന്നതായ അനുഭവം, അതാണ് കർത്താവായ യേശു ക്രിസ്തു. അവനും യഹൂദ ഗോത്രത്തിൽ നിന്നാണ് നമ്മെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്ത് നമുക്കറിയാം. യഹോവയായ ദൈവം പറഞ്ഞു, യഹൂദ ഗോത്രം ആദ്യം പോകട്ടെ, അവർ സിമിയോൻ ഗോത്രക്കാരെ കൂടെ അവരോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ അവരെ കൂട്ടുവിളിക്കുന്നു. അവർ പറഞ്ഞു, സിമിയോൻ ഗോത്രക്കാർ, നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ അവർ ഒന്നിച്ച് ആദ്യമേ അവർ യുദ്ധത്തിന് പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അവർ കനാന്യരും പെരിസ്യരുമായ ആളുകളെ അവർ തോൽപ്പിച്ചു. അവരുടെ രാജാക്കന്മാരെ പിടിച്ചു. 7 രാജാക്കന്മാരുടെ കൈകാലുകളുടെ പെരുവിരൽ അവർ മുറിച്ചു കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും സ്വാധീനമുള്ള വിരലാണ് നമ്മുടെ പെരുവിരൽ. പെരുവിരലുണ്ടെങ്കിൽ മാത്രമേ ഒരു സാധനം നമുക്ക് എടുക്കാൻ ഒക്കുകയുള്ളൂ. ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും ആ പെരുവിരലിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. അതുപോലെ നമ്മുടെ കാലിൻ്റെ ബാലൻസിങ് കൂടുതലും നമ്മെ സഹായിക്കുന്നത് നമ്മുടെ കാലിൻ്റെ പെരുവിരലാണ്. അപ്പോൾ അവരുടെ കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു എന്ന് പറഞ്ഞാൽ അവരെ അംഗഹീനരാക്കി എന്ന് പറഞ്ഞാൽ അവരെ ബലക്ഷയമുള്ളവരാക്കി തീർത്തുവെന്നാണ്. തങ്ങളുടെ മേശയിൽ നിന്ന് പോകുന്നതായ ശേഷിപ്പ് ഭക്ഷിക്കുവാൻ തക്കവണ്ണം അവരുടെ ഭവനങ്ങളിലാക്കുന്നു. പിന്നീട് മറ്റു ഗോത്രക്കാരെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അവരൊക്കെയും മറ്റുള്ളവരോട് യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഒന്നാമത്തെ ഒരു ന്യായാധിപനായിട്ട് അവരെ എഴുന്നേൽപ്പിക്കുന്ന ആളാണ് ഒത്നീയേൽ. ഒത്നീയേലിനെ കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചതാണ്. കാലേബ് ചോദിക്കുന്നുണ്ട് ഒരു ദേശം അത് കൈവശമാക്കാൻ നേരം ആരെ എനിക്ക് ആ ദേശം പിടിച്ചെടുക്കുമോ ആ ആളിന് എൻ്റെ മകൾ അക്സായെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കും. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒത്നീയേൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വരികയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ദേശം പിടിച്ചെടുക്കുകയും അക്സായെ കാലേബ് അവൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. അവൾ പിന്നെ കാലേബിനോട് ഒരു നീരുറവ ചോദിച്ചു വാങ്ങി നമ്മൾ വായിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പുസ്തകത്തിൽ നമ്മൾ ചിന്തിച്ചതാണ്. നീരുറവ എന്നുള്ളത് നിത്യജീവനെ സൂചിപ്പിക്കുന്നതാണ്. വെള്ളമാണ് ജീവൻ്റെ അടിസ്ഥാനം. പ്രത്യേകിച്ച് മരുഭൂമി യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ അവർക്ക് നീരുറവ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒത്നീയേലാണ് ഒന്നാമത്തെ ന്യായാധിപനായി നമ്മളിവിടെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ജാതികളെയൊക്കെ അവർ കീഴടക്കുന്നതായി നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ അവരുടെ നേതൃത്വത്തിൽ അവർ പിന്നീട് ജെറുസലേമും അവരെ പിടിച്ചടക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം എല്ലാ ഗോത്രക്കാരും യുദ്ധം ചെയ്ത് മറ്റുള്ള ജാതികളെയൊക്കെ തോൽപ്പിക്കുന്നുണ്ട്. അവരുടെ ഒരു പ്രശ്നം, അവരാരും ഈ ജാതികളെ കനാനിലെ പൂർണ്ണമായി അവരിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. അവർക്കൊക്കെ അടിമവേല ചെയ്യാൻ വേണ്ടി അവരുപയോഗിക്കുകയാണ്. കഴിഞ്ഞ പുസ്തകത്തിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചതാണ്. ഇവിടെ ജാതികളെന്ന് പറയുന്നത് പുതിയ നിയമം നമ്മൾ ചിന്തിക്കുമ്പോൾ പാപത്തിൻ്റെ അവസ്ഥയാണ്. പാപത്തെ പലപ്പോഴും നമ്മൾ തോൽപ്പിക്കാറുണ്ട്, പക്ഷെ പൂർണ്ണമായി ഒഴിവാക്കാറില്ല. പാപകരമായ ചിന്തകളും മനോഭാവങ്ങളും മനസ്സിൻ്റെ ഒരു കോണിൽ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കും. അത് വീണ്ടും പാപം ചെയ്യാനുള്ള പ്രേരണ നമുക്കുണ്ടാകും. ഈ കനാന്യരെ പൂർണ്ണമായി ഒഴിവാക്കുകയാണെങ്കിൽ അവരുടെ ആ വിഗ്രഹാരാധനയിലേക്ക് ജനം ഒരിക്കലും പോവുകയില്ല. എന്നാൽ അവരുടെ സ്വാധീന മുഖാന്തരം വീണ്ടും വീണ്ടും പലപ്പോഴും അവർ മറ്റുള്ള വിഗ്രഹാരാധനയിലേക്ക് അവർ പോകുന്നതായ സാഹചര്യം നമുക്ക് പിന്നീട് കാണാൻ പറ്റും. അപ്പം നമ്മൾ പാപത്തെ നമ്മിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ പൂർണ്ണമായി അത് നമ്മൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹീതമായ അവസ്ഥ എന്ന് പറയുക. അതിനെതിരായി പൈശാചിക പ്രലോഭനങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവികമായ ശക്തിയാൽ നമുക്കതിനെ കീഴടക്കാൻ സാധിക്കും. അതിനെ പൂർണ്ണമായി ഒഴിവാക്കുവാൻ സാധിക്കേണ്ടതാണ്. നമ്മളിത് വായിക്കുമ്പോൾ നമുക്കറിയാം, ജോഷുവായ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തിൽ നല്ലൊരു നേതാക്കന്മാർ അതുപോലെ ഉണ്ടായിട്ടില്ല. ഇന്നും നമുക്ക് ക്രൈസ്തവ സമൂഹത്തിൽ നമുക്ക് മത നേതാക്കന്മാരുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ആ നേതൃത്വം പലപ്പോഴും അഹ്റോനെ പോലെയാണ്.
ആരെയും പിണക്കാതെ, ദൈവത്തെയും പിണക്കണ്ട, ജനത്തെയും പിണക്കണ്ട എന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ ദൈവത്തോടും പാപത്തോടും സഖ്യത കൂടുന്ന ഒരു മനോഭാവം. പഴയ നിയമകാലത്തെ ആദിമകാലത്തെ പിതാക്കന്മാരെക്കാൾ ഇന്നത്തെ പിതാക്കന്മാർക്ക് ഒക്കെ നല്ല ഡിഗ്രിയും നല്ല അറിവും നല്ല ജ്ഞാനവും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരാളുടെ അറിവ് വർദ്ധിച്ചുകൊണ്ട് അവരാരും ദൈവത്തിൻ്റേതാവില്ല. ദൈവത്തെ അറിയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. വേദപുസ്തകം മുഴുവൻ കാണാതെ പഠിച്ചതുകൊണ്ടോ വായിച്ചതുകൊണ്ടോ മാത്രം നമ്മൾ ആത്മീയരാവുകയില്ല. ദൈവത്തെ നമ്മൾ കൂടുതൽ അറിയുന്നത് അനുഭവങ്ങളിലൂടെയാണ്. കഷ്ടതകളിലൂടെയും നഷ്ടങ്ങളിലൂടെയും ശോധനകളിലൂടെയും പരീക്ഷകളിലൂടെയൊക്കെയാണ് ദൈവികമായ ശക്തി നമ്മൾ കൂടുതൽ അനുഭവിച്ചറിയുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ലോകപരമായ അറിവുകളും ജ്ഞാനങ്ങളും ഒന്നും കാര്യമായിട്ടില്ലായിരുന്നു. പക്ഷെ അവർക്ക് ദൈവമുണ്ടായിരുന്നു. നമുക്കും ആവശ്യമായിരിക്കുന്ന അറിവ് വേണ്ടെന്നല്ല പറയുന്നതിനർത്ഥം. അറിവ് വേണമെന്ന് അതിനേക്കാളുപരി ദൈവമുണ്ട് എന്നുള്ള ഒരു വലിയ ഉറപ്പ്, ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. വിശ്വാസത്തിൻ്റെ സ്ഥിരതയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വേദപുസ്തകത്തിൻ്റെ അറിവ് ആരും ഒരിക്കലും ഒരു മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുപോകണമെന്നില്ല. ആ അറിവ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ അറിവിലൂടെ ദൈവത്തിലേക്ക് നമ്മളെ നയിക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. ദാനിയേലിൻ്റെ പുസ്തകം 11-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ശക്തരായിരിക്കും. ദൈവത്തെ അറിയുന്ന ജനം എപ്പോഴും ശക്തരായിരിക്കും. അവർക്ക് പാപത്തോട് സഖ്യത കൂടാൻ സാധിക്കുകയില്ല. നോമിൻ്റെ പ്രാർത്ഥനകളും ആരാധനകളും ശുശ്രൂഷകളൊക്കെ അതിന് നമ്മെ ശക്തീകരിക്കണം. പാപത്തോട് വിട പറയുവാനും ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനും ഉള്ള ദിവസമാണല്ലോ നോമ്പിൻ്റെ ദിവസങ്ങൾ. ഉപവാസം എന്ന വാക്കിന് തന്നെ അർത്ഥം കൂടെ വസിക്കുക എന്നുള്ളതാണ്. ദൈവത്തോട് ചേർന്ന് വസിക്കുന്ന അനുഭവങ്ങളായി ഈ നോമ്പ് മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നീ മുതൽ നാളെ മുതൽ അതിൻ്റെ 2-ാം അധ്യായം മുതൽ നമുക്ക് ചിന്തിക്കാം. ഇന്ന് അനേക ജാതികളെ ഒത്നീയേലിൻ്റെ നേതൃത്വത്തിൽ തോൽപ്പിക്കുന്നതായ സംഭവം, 1-ാമത്തെ ന്യായാധിപനായ ഒത്നീയേലിനെ നമ്മളിവിടെ കാണുന്നു. നമുക്കും ഈ പുസ്തകം ക്രമമായി വായിച്ച് നമ്മുടെ പുതിയ നിയമ ജീവിതവുമായി അതിനെ താരതമ്യം ചെയ്ത് ഒരു ദൈവികമായ ശക്തി പ്രാപിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.